പോവാല്ലേ? ഭയങ്കര കുറ്റം പറയും, എന്നാലോ ഫുള്ള് കഴിക്കുകയും ചെയ്യും. അതല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുന്നത് വീണ്ടും ഒരു പെട്രോൾ പമ്പ് നട്ടോ. അതായത് എല്ലാ ദിവസവും ഇത് ഭാരതിൻ്റെ ഒരു പെട്രോൾ പമ്പാണ്. ഇവിടെയാണ് നമ്മൾ നിന്നത്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കേട്ടോ. എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല പാടങ്ങളും പനയും മലയും. ഈ ഭാഗത്ത് ഫുള്ള് കാടായതുകൊണ്ട് തന്നെ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും മല കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതേ അതൊക്കെ കാടാണ്, പെരുങ്കാടാണ്. അങ്ങോട്ടേക്ക് നോക്കി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കിടക്കാം കേട്ടോ. ഇത് ഒന്നല്ല 3 മലകളാണ് അതിനുള്ളത്. ഈ കാണുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് 3 മലകളുണ്ട്. അതെല്ലാം നല്ല രീതിയിലുള്ള സൂപ്പർ കാടുകളാണ്. ഇന്ന് രാവിലെ ഇവിടെ CRF അല്ലല്ലോ, പട്ടാളത്തിൻ്റെ ഒരു 2 പേരെ കണ്ടു കേട്ടോ. അവർ ഡ്യൂട്ടിക്ക് വന്നതെന്നാണ് പറഞ്ഞാൽ. അപ്പോൾ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ വീഡിയോ എടുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. അപ്പോൾ എന്തോ സേഫ്റ്റീൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവരെ ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഇല്ലടാ, 60 കിലോമീറ്റർ പോയാലേ നമുക്ക് ഇന്ന് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് വണ്ടി നിർത്തിയിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. 60 കിലോമീറ്റർ നമ്മൾ ഒരിക്കലും നമ്മളെ വണ്ടി പോകത്തുമില്ല അല്ലേ? 45 വരെയൊക്കെ മാക്സിമം പോവുള്ളൂ. ഇനിയിപ്പോൾ അഥവാ പോയാൽ ചിലപ്പോൾ ഒരു 50 വരെ പോകുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സേഫായിട്ടുള്ള സ്ഥലങ്ങളും നിൽക്കാൻ വേണ്ടി എന്തായാലും പറ്റില്ല. പോകുന്ന വഴിക്ക് നമുക്ക് സേഫ് എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ? അതെ, കാടിൻ്റെ നടുക്ക് എന്തായാലും നിർത്തത്തില്ല. അത് നോക്കിയിട്ടാണ് പോകുന്നത്, ഗൂഗിൾ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ മഴ അതെ, ഇന്ന് രാവിലെ മഴയായിരുന്നു, ഇന്നലെ രാത്രി മഴയായിരുന്നു. ഇതെൻ്റെ രാവിലത്തെ മഴേൻ്റെ വെള്ളമൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ നമുക്ക് ഇവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്നാൽ വണ്ടി കയറിയോ. അങ്ങനെ അവർ വണ്ടി കയറി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ബ്രോ ജാ രഹേ അഭി. അപ്പോൾ താങ്ക് യു, ബൈ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇച്ചിരി നേരം ചാർജൊക്കെ ചെയ്തോട്ടോ. ഇനി ആ ചാർജറിലൊക്കെ ഊരി വെച്ചിട്ട് നമുക്ക് പോവാം. യെസ്, അതാണ് പ്രധാനം. അപ്പോൾ വണ്ടി എടുത്തു ഞങ്ങൾ. ചെറിയൊരു കട്ടിങ് കേട്ടോ, ഇറങ്ങാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് കയറിയാണ് വന്നത്. നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ബൈ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, കാണുന്നില്ല കുഴി? അത്രയും ഒരു ഡീപ്പായിട്ടുള്ള കുഴിയാണേ. ഞാൻ അപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒറ്റ ബ്രേക്കിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന പമ്പ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ ബൈ. അതെ, ഒരു വേണ്ട പറയുന്നില്ല. ഒരു പൊണ്ണൻ ചേട്ടൻ വന്നിട്ട്, ഒരു പൊണ്ണൻ നല്ല ആരോഗ്യമുള്ളവനാ. അവൻ വന്നിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തരുമെന്ന്. എന്താ ചെയ്യാ? അല്ല അങ്ങനെയല്ലടാ, നല്ല ആരോഗ്യമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. അവൻ വന്നിട്ട് നമ്മളോട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തരുമോന്ന് ചോദിച്ചേ. അതൊരു ഫ്രണ്ട്ലി ടോക്കിംഗ് അല്ലല്ലോ. എന്തായാലും നമ്മൾ പോയിട്ട് എന്തായാലും നമ്മളെ പരിചയമുള്ളവരോ ഈ വീഡിയോ കാണുന്ന ആരും ഒരാളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഇരിക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിക്കില്ല, പ്രത്യേകം നമ്മളെ പോലുള്ള യാത്രക്കാരോട്. അതും നല്ല വയ്യാത്തവനല്ല, നല്ല ആരോഗ്യമുള്ളവനാണേ. അതൊരു രസം വെച്ചാൽ അതിനകത്ത് കുറച്ച് ബിസ്ക്കറ്റ് തന്നിട്ട് ബാക്കി ബിസ്ക്കറ്റ് അവിടെ നിലത്ത് അവിടെ നമ്മളെ കൊടുത്തെടുത്ത് തന്നെ അവിടെ ഇട്ടിട്ട് അങ്ങ് പോയേക്കുക. അത് നിലത്തിട്ടിട്ട് പോയേക്കാട്ടോ. നോക്കണേ, ഓരോ സ്വഭാവം ഓരോ ആൾക്കാരുടെ. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാം. ഇന്ന് 60 കിലോമീറ്ററാണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷെ അവിടെ ഒരിക്കലും എത്തത്തില്ല. ഒരിക്കലും എത്തത്തില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും 24x7 റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ആൾക്കാരുള്ള സ്ഥലത്ത് വേണം നമുക്ക് നിർത്താൻ കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞതുപോലത്തെ വലിയ കാടല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാടുകളുണ്ട്. പിന്നെ ഇവിടെ റോഡ് വളരെ മോശമാണ്.
റോഡ് പണി അവിടെ നടക്കുന്നുണ്ട്, ഹൈവേൻ്റെ പണി നടക്കുന്നുണ്ടോ. NH 163 ഹൈവേൻ്റെ പണി നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. വഴി മോശം, ചാർജ് കുറവ്, അങ്ങനെ കുറച്ച് ഇഷ്യൂസുകൾ ഉണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. എന്തായാലും നമ്മുടെ ഇതിലും വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത്, അല്ലടാ? ഇതിലും വലുതെന്ന് പറഞ്ഞാൽ ഇതിലും വലുത് അഭിമുഖീകരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇനി എക്സ്ട്രീം ആയിട്ടില്ല. അപ്പോൾ അതിലും വലുത് ഇനി അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ചെറിയൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും പെട്രോൾ പമ്പോ പള്ളികളോ അമ്പലമോ ആൾക്കാരുള്ള ക്യാമറയൊക്കെ ഉള്ള സേഫായുള്ള സ്ഥലത്ത് നമ്മൾ വണ്ടി സൈഡാക്കണമല്ലോ. പക്ഷെ നമ്മളെ യാത്രയിൽ ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് സൈഡാക്കിയിട്ടുണ്ട്. പക്ഷേ നിവൃത്തികേട് അല്ലേ, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ അതേപോലെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ടോ, ഫുള്ള് കുഴിയാ. വീഡിയോയിൽ എങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്ന് നോക്കി. അപ്പോൾ ബ്രേക്ക് ഉണ്ണിമോൻ്റെ അടുത്തില്ല. ബ്രേക്ക് ഒന്ന് പിടിച്ചു നോക്കി. ഇനി ബ്രേക്ക് വന്നിട്ടുണ്ടോന്ന് ഇല്ല അല്ലേ? ബ്രേക്ക് ഓയിലൊക്കെ ഒഴിച്ച് 2 ദിവസമായി ഇട്ടിരിക്കുക കേട്ടോ. ഇത് ഭയങ്കര ലെങ്ത് ഉള്ളതായതുകൊണ്ട് നമുക്ക് സിറിഞ്ച് വേണം. അതായത് ഒരു 200 അല്ലെങ്കിൽ 300 200 ml ഒരു സിറിഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ അടിക്ക് ബ്രേക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഓയിൽ ഒഴിച്ച് ഓയിൽ ഇറങ്ങി അവിടെ പോയി എയർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇട്ടിരിക്കുക. അങ്ങോട്ട് ഓടിക്കല്ലേ. അങ്ങനെ 2 ദിവസം കഴിയണം നമ്മൾ ബ്രേക്ക് റെഡി ആവണമെങ്കിൽ കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് പമ്പ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എയറെല്ലാം കളയണം. ഇതൊക്കെ കുഴി നോക്ക്, റോട്ടിൽ കിടക്കുന്ന കുഴികൾ. പക്ഷെ നല്ല സുഖമുണ്ട് യാത്ര, വെയിലില്ല, ചൂടില്ല. അതെ അതെ, രാവിലെ പൊളിച്ച് അപ്പോഴത്തേക്കും നല്ല സുഖം. ഫുള്ള് കൊടുക്കരുതിട്ട് ഒരു മയത്തിന് കൊടുക്കണേ. നമ്മൾ ഇതൊക്കെ കൂടുതലാ. ഏറ്റത്തുനിന്ന് നമ്മൾ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ബാറ്ററി നന്നായി ഡൗൺ ആയി പോകും. അതെ അതെ, ഉണ്ണിമോനല്ല പറയണ്ട, ബാറ്ററിനെയാണ് കുറ്റം പറയുന്നത്. ബാറ്ററി കിട്ടാത്തതല്ലേ അതൊക്കെ. ഇത് ഏറ്റുനഗരത്തിൽ നിന്ന് നമ്മുടെ ഭോപാൽ പട്ടണത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. വിജയടം അങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരാണ് ഈ നിൽക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു വഴിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാരോ വീടോ ഒന്നുമില്ല. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാം. പിന്നെ ഇപ്പം നമ്മളെ പെട്രോൾ പമ്പ് കഴിഞ്ഞില്ലേ, ആ പെട്രോൾ പമ്പിൽ നിന്ന് ഇനി അടുത്ത പെട്രോൾ പമ്പിലേക്ക് 60 കിലോമീറ്റർ ഉണ്ട്. ഈ പോകുന്ന വഴി 60 ഈ പോകുന്ന വഴിക്ക് കാടും ഉണ്ട്, ചെറിയ ചെറിയ വീടുകളുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. കുറച്ച് വീടുകളുള്ള സ്ഥലമുണ്ട്. ശരിക്കൊരു വിജനമായ സ്ഥലം. നമുക്ക് ഈ ഒരു യാത്രയൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തുള്ള യാത്രയൊക്കെ നമ്മുടെ കാശ്മീരിലേക്കുള്ള യാത്രേൻ്റെ, കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കുള്ള ആ എന്താ പറയുക യാത്രയുടെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. പ്രാക്ടീസാണിത്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ 100-200 കിലോമീറ്റർ ഒക്കെ കഴിച്ചിട്ടാണ് ചിലപ്പോൾ ഒരു കടയും ഇതൊക്കെ കാണുക. അപ്പോൾ ഇവിടെ ചെറിയൊരു പുഴ. ഇവിടെയൊക്കെ പണ്ട് ഒത്തിരി വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ് തോന്നുന്നു. കാരണം ഇവിടുത്തെ ഇതുണ്ടോ, ഇതിവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ആ വെള്ളച്ചാട്ടമാണ് അതാ കാണുന്നത്. അവിടെ വെള്ളമൊന്നുമില്ല. ഇതേ നോക്കിയേ, 1 കിലോമീറ്റർ ഉണ്ട് പറഞ്ഞതാ. കണ്ടോ, അവിടെ വെള്ളമൊന്നുമില്ല. നമുക്ക് പോകുന്ന വഴിക്ക് വേറൊരു മനോഹരമായ വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ഒന്ന് നിവർന്നിരുന്നോ, എന്നില്ലെങ്കിൽ യൂട്യൂബിൽ വരുന്നയാ. ഇത് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, ട്രാക്ടറും കൊണ്ട് ഉഴുതു മറിക്കാനുള്ള പരിപാടി. എടാ അവിടെ ഇല്ലടാ വെള്ളച്ചാട്ടം. വെള്ളം ഉണ്ടെങ്കിലല്ലേ കാണുള്ളൂ. അതുണ്ട് ഒരു വീട് പോലെ കണ്ടോ നീ? ഇവിടെയൊക്കെ വഴിയൊക്കെ നോക്കിയേ, 2 സൈഡിൽ നിന്നും മണ്ണിട്ട് പൊന്തിച്ച്. ശരിക്കും എന്തെങ്കിലും ഉറങ്ങിപ്പോവും, എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എവിടെ ഇടിക്കുകയല്ല, കൊക്കയിലേക്ക് മറിഞ്ഞിട്ടായിരിക്കും എന്തായാലും സംഭവിക്കാത്തോ. അതെ അതെ, കൊക്ക പോലെ തന്നെ ഉണ്ടല്ലോ. സൈഡ് നോക്കണേ.
ഉം. അതെ, നമ്മളെ റോഡ് പണിക്കാർ കൂടും. റോഡ് പണിക്കാർ പോട്ടെ കേട്ടോ, വണ്ടിയൊക്കെ വലിച്ചിട്ട്. ആ, പിന്നെ കാണിക്കാൻ ഇവിടെയുള്ള മരങ്ങളെല്ലാം വളരെ ഭംഗിയുള്ള മരങ്ങളാട്ടോ. നോക്കിയേ, ഇതേപോലെ ഉണ്ട മര അല്ലേ, അധികം ഹൈറ്റ് ഇല്ല, പന്തലിച്ച് നിൽക്കും. അപ്പൊ അതിന്റെ അടിയിലൊക്കെ നമുക്ക് പോയിട്ട് സുഖമായിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറയാൻ നല്ല രസമായിട്ട്, നല്ല വൈബായിരിക്കും. അധികം മരങ്ങളും അതെ കേട്ടോ, അതേപോലെ അങ്ങോട്ടൊക്കെ അതെ. ഈ കാടിന്റെ പ്രദേശങ്ങളായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇതേ ഇവിടെ എല്ലാം അതെ, നോക്കി എല്ലാ മരങ്ങളും അതെ. ഉം. പിന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു പ്രത്യേകത വെച്ചാല് വിദ്യാഭ്യാസം ഇച്ചിരി കുറവാട്ടോ. കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് ഏതാണെന്ന്, അതായത് പുറം ലോകവുമായിട്ട് വളരെ ടച്ച് കുറവുള്ള ആൾക്കാരാണ്. അങ്ങനൊരു പ്രത്യേകത ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ കണ്ടു. വളരെ അതിശയവും പിന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ ഫീൽ ചെയ്യുന്നു നമുക്ക്. സ്നേഹമുണ്ട് കേട്ടോ, സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. പിന്നെ ഏത് നാട്ടിൽ പോയാലും, കേരളത്തിലാണെങ്കിൽ പോലും ഇതൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ. ഞങ്ങളുടെ കഴിഞ്ഞ യാത്രയിൽ ഞങ്ങളോട് വണ്ടി ഇടണ്ടെന്ന്, അതായത് പെട്രോൾ പമ്പിലൊക്കെ വണ്ടി എടുത്ത ടൈം ചോദിക്കുമ്പോൾ വണ്ടി ഇടണ്ട, വെള്ളം എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കേരളത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ട്, മനുഷ്യന്മാരല്ലേ. ഇതേ കുഞ്ഞു കുഞ്ഞു വീടുകളെല്ലാം അവിടെയുണ്ട്. ഇത് ഹൈവേന്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇതേപോലെ അവിടെ ഇവിടേക്ക് ഓരോരോ 1-2 വീടുകൾ ഉണ്ടാവും. അത് മാത്രമേ നമുക്ക് ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ പോകുന്നോളം വരെ കാണാൻ പറ്റുള്ളൂ. അതല്ല, ഒരു 10-40 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ചെറിയൊരു ടൗണ് പോലത്തെ ഉണ്ട്. ടൗൺ വെച്ചാൽ കടകളും കരയായിട്ട് അങ്ങനെയല്ല, കുറച്ച് ഒരു 1-2 ചെറിയ കുമ്മട്ടി പോലെയും പിന്നെ കുറച്ച് വീടുകളുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഏതോ ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അത് എത്ര കിലോമീറ്ററിലാന്ന് മറന്നുപോയി. എന്തായാലും അതെല്ലാം അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏതാണെന്ന് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതും ഗൂഗിളിൽ തപ്പിയതുമാണ് കേട്ടോ, അല്ലാതെയുള്ള അറിവില്ല. പിന്നെ നമ്മുടെ വീഡിയോയിൽ അധികം കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഇവിടെയുള്ള നാട്ടുകാർ, പോകുന്ന വഴിക്കുള്ള നാട്ടുകാർ പറയുന്നതും യൂട്യൂബിലല്ല, ഗൂഗിൾ അമ്മച്ചിനോട് ചോദിച്ചിട്ട് അമ്മച്ചി പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. നല്ല അടിപൊളി സ്ഥലം അല്ലേ, കാണാൻ നല്ല മനോഹരമുണ്ട്. സ്ക്രീനിൽ കാണാനും കുറച്ചും കൂടി ഭംഗിയാണ്, സ്ക്രീനിൽ കാണാനും കുറച്ചും കൂടെ ഭംഗിയുണ്ട്. അതെ. ചിലപ്പോ നമ്മളെ ഫോണിൽ കാണുമ്പോഴായിരിക്കും മനോഹരമല്ലാത്തത്. ഉണ്ണിമോൻ എന്തോ പറയുന്നുണ്ട്. ചിലപ്പോ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. വയനാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ ഓരോ ആൾക്കാർ മരിച്ചു പോകുമ്പോഴേ, ഈ മരിച്ചു പോകുമ്പോ അവിടുത്തെ അവർക്ക് പറമ്പുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പറമ്പിന്റെ സൈഡിലോ അല്ലെങ്കിൽ അവിടെ വലിയൊരു കൂടാരം കെട്ടിയിട്ട് അതിന്റെ അവിടെ അങ്ങനെയൊക്കെയാണ് ഇവര് വെക്കുക. അല്ലാണ്ട് നമ്മള് ശരിക്കും പള്ളിയിലൊക്കെ കൊണ്ടായല്ലേ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പറമ്പിന്റെ സൈഡിൽ അങ്ങനെയൊക്കെയാ ഇവിടെ അടക്കം ചെയ്യാം. അതെ, ഉണ്ണിമോൻ പറഞ്ഞ ആ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ 26 കിലോമീറ്ററില് റെസ്റ്റോറന്റ്. അപ്പൊ 26 കിലോമീറ്ററിന്റെ അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടെന്നാ പറഞ്ഞേ. കാലാവസ്ഥ നോക്കി, വെയിലില്ലാത്ത കാലാവസ്ഥയാണ്, മങ്ങി കിടക്കാണ്. നമുക്ക് സോളാർ ചാർജിങ് കൊണ്ട് ഒന്നും ആവത്തില്ല ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ. പക്ഷേ ഞങ്ങൾ പോകും മുന്നോട്ട്. ഒരു ദിവസം ഡിലേ വന്നാലും കുഴപ്പമില്ല, മുന്നോട്ട് പോവും. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ എങ്ങനെ മുന്നോട്ട് കുറച്ചും കൂടി നന്നായിട്ട് പോകാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇതേപോലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണണ്ടേ. നമ്മുടെ വീട്ടിൽ ചുമ്മാ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ചുമ്മാ ഇരിക്കുന്ന ആരുമില്ല, ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എന്തുമാത്രം ഉണ്ട് ഈ ലോകത്ത് കാണാനായിട്ട്, ഒരുപാട് കാഴ്ചകളുണ്ട്. റോഡൊക്കെ നോക്കി, അതങ്ങനെ വെച്ചിട്ട് അകത്തേരം താഴേക്ക് വെക്കും.
അതെ, ഫുള്ള് കട്ടറും കുണ്ടും കുഴിയാണ് കേട്ടോ. അങ്ങോട്ട് അധികം അടുപ്പിക്കല്ല എൻ്റെ കുഞ്ഞ്. അവിടെയൊക്കെ ഭയങ്കര ബടാബട കുഴികളാട്ടോ, ബടാബട കുഴികളാണ് അങ്ങോട്ട്. ഇവിടുത്തെ മണ്ണ്, ഈ ഭാഗത്തുള്ള മണ്ണ് കറുത്ത മണ്ണാട്ടോ, നല്ല വളക്കൂറുള്ള കറുത്ത മണ്ണ്. കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. എനിക്ക് കൃഷി ചെയ്യാത്തതുകൊണ്ട്, സ്ഥലമില്ല, കൃഷിയും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. പക്ഷെ എന്നാലും കേട്ടിട്ടുണ്ട് കറുത്ത മണ്ണ് നല്ലതാണെന്നൊക്കെ. ഈ ഭാഗത്ത് മൊത്തം അതെ കേട്ടോ. ഈ ഭാഗത്തുള്ള ആൾക്കാർ അറിയത്തില്ല. പോട്ടെ. ഈ ഭാഗത്തുള്ള ആൾക്കാർ മുഴുവനും ജീവിക്കുന്ന കൃഷി കൊണ്ടാണ്. പിന്നെ കുറേ ആൾക്കാർ ആടും കന്നുകാലികളൊക്കെ വളർത്തിയിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ. കൃഷിയാണ് മെയിനായിട്ട്. അതുകൊണ്ട് കാരണം വെച്ചാൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അപ്പം ഇത്തിരി ദൂരം ഞാൻ വണ്ടി ഓടിക്കാം. കാരണം റോഡിൻ്റെ അവസ്ഥ നോക്കിക്കോ, കുഴിയാണ്. ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ വലിയ വലിയ കുഴികളൊക്കെ റോഡിൽ. അതെ, നമ്മുടെ യാത്ര ഇന്ന് 60 കിലോമീറ്റർ താണ്ടുമെന്ന് നമുക്കറിയണം. ഭോപ്പാൽപട്ടണം എന്ന് പറഞ്ഞ ഒരു പട്ടണം ആണ് എന്ന് തോന്നുന്നു കേട്ടോ. നമ്മളത് കണ്ടിട്ടില്ല. അപ്പോൾ അവിടേക്ക് എത്തിച്ചേരണം. അവിടെയാണ് നമുക്ക് സേഫായിട്ട് കിടക്കാനുള്ള സ്ഥലമുള്ളൂ. പക്ഷെ അവിടേക്ക് എത്താൻ ഒരു 99% ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള 45 കിലോമീറ്റർ, അത് ഒരു 50 കിലോമീറ്റർ വരെ ആക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും പിന്നെയും 10 കിലോമീറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പിന്നെ പോകുന്ന വഴിക്ക് വലിയ കയറ്റങ്ങളോ കട്ടറും റോഡിൻ്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഈ 45 ഓടുമെന്ന് തീരുമാനിക്കാൻ. എന്നാലും നമ്മൾ യാത്രയല്ലേ, നമുക്ക് ഒരു 10 കിലോമീറ്റർ ആണെങ്കിൽ പോലും നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് നന്നായിട്ട് ആസ്വദിച്ച് പോവാം. അപ്പോൾ ഭോപ്പാൽപട്ടണത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പോകുന്ന വഴിക്ക് എവിടെ കടക്കാൻ പറ്റുമെന്ന് നമുക്ക് നേരത്തെ അറിയത്തില്ല. സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എവിടേക്കോ ഈ പറഞ്ഞ പോലെ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ കണ്ടു. പക്ഷെ അത് റെസ്റ്റോറൻറ്റ് തന്നെ ആണോ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ പല ഭാഗങ്ങളിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പോകുന്നത് ചെറിയൊരു കുമ്മുട്ടിക്കടയിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് എവിടെ എത്തും, എങ്ങനെയാണ് ഇത് അവസാനിക്കുക, ഇന്നത്തെ യാത്ര ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കാണുന്ന വിഷ്വലെല്ലാം ഒന്ന് 3x ഓടിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് വോയിസ് ഓവർ കൊടുത്തതാണേ. അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡ് പോകുന്നത്. ഇത്ര സ്പീഡ് നമ്മുടെ വണ്ടിക്കില്ല, പ്രത്യേകിച്ച് നമ്മൾ കയറ്റം കയറാൻ നേരത്ത്. ഇതൊരു ചെറിയൊരു ലെവലിലുള്ള ഒരു കയറ്റമാണ്. അപ്പം എന്തായാലും ഒരു വലിയൊരു കയറ്റം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ഇറക്കം, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 3x ഓടിക്കുന്ന വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇച്ചിരി വേഗതയിലുള്ളത്. എന്തായാലും നമുക്ക് യാത്രകൾ പെട്ടെന്ന് കണ്ടു തീർക്കണമല്ലോ. നമ്മളെ യാത്ര ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ 40 കിലോമീറ്റർ ഓടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ചിലപ്പോൾ ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. ഇവിടെയൊക്കെ കാടുകൾ തന്നെയാണ്. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല വീഡിയോയിലും ആൾക്കാർ കമൻറ്റ് ചെയ്തതായിട്ട് കണ്ടു, കാടെവിടെയെന്ന്. ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഇതൊരു കാടല്ല. കാരണം വലിയ വലിയ വൃക്ഷങ്ങളോ ഇല്ലയോ അങ്ങനത്തെ ഒരു ഭീകര അന്തരീക്ഷം ഇവിടെയുള്ള കാടുകളിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാടുകളൊക്കെ എങ്ങനെയാണ്, ഈ ഭാഗത്തൊക്കെ വന്നവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തവർക്കൊക്കെ അറിയാം. ഫോറസ്റ്റ് എന്ന് പറയുന്ന ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ എല്ലാം ഫോറസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിലും വലിയ, നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ കുറച്ച് വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ ഉള്ള കാടുണ്ട്. പക്ഷേ കേരളത്തെ പോലെ ഭയാനകമായ, അതായത് കാണുമ്പോൾ തന്നെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കാടുകളൊന്നും നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന ഭാഗത്തില്ല. അങ്ങനെ അതാ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട്. ഈ കാഴ്ചകളുടെ പ്രത്യേകത മനസ്സിലായോ? നമ്മുടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാം. എല്ലാവർക്കും വേലി കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ? അവർ മനോഹരമായ കല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ കമ്പി വേലികൾ കൊണ്ടോ കട്ടകൾ കൊണ്ടോ ഒന്നും അല്ല വേലി കെട്ടിയിരിക്കുന്നത്. അവർ ഇവിടെ നിന്നെല്ലാം പെറുക്കിയെടുത്ത കമ്പുകൾ കൊണ്ട് അവരുടേതായ ഒരു ഡിസൈൻ ഉണ്ടാക്കി അവർ സ്വന്തം വീട്, എൻ്റെ വീട് എൻ്റെ മുറ്റം എന്ന് പറഞ്ഞ് വേർതിരിച്ച് വെച്ചിരിക്കുക. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ അപൂർവമായിട്ട് കട്ട കൊണ്ടെല്ലാം ഇവിടെ വേലി കെട്ടി വെച്ചിട്ടുള്ളൂ, എന്ന് വെച്ചാൽ മതിൽ കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. കാരണം പണ്ട് കാലങ്ങളിലെല്ലാം ഇത് ഇങ്ങനെയല്ലായിരുന്നു, ചെറിയ വീടുകൾ, അതും മണ്ണ് കൊണ്ട് തേച്ച് മിനുക്കിയെടുത്ത മനോഹരമായ ചെറിയ വീടുകൾ. അവർക്ക് ചുറ്റിനും ഇതേപോലെ കമ്പുകൾ നാട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേലികളാണ് അധികവും പണ്ട് കാലത്തെ. അത് ശരിക്കും ആ ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഭാഗത്ത് കൂടെയുള്ള യാത്ര കേട്ടോ.
അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തു കൂടെ യാത്ര ചെയ്യണം. അധികം യാത്രക്കാരും ഈ തെലുങ്കാനയിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്കുള്ള റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന വളരെ അപൂർവം യാത്രക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ റൂട്ടിൽ കൂടെ വരികയാണെങ്കിൽ വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ കരടീനെയും പുലിനെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ മനോഹരമാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര, അതിമനോഹരമാണ് കേട്ടോ. ഇടയ്ക്ക് ഇവരോടൊക്കെ കുറച്ച് നേരമൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ കുഞ്ഞു 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 വീടുകളൊക്കെ ഉണ്ടല്ലേ, അവർ വളരെയധികം സന്തോഷമാണ്. അവർക്ക് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ അവരെ ചെറിയ ചെറിയ വീടാണെങ്കിൽ അവരുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ട്രാക്ടറോ അല്ലെങ്കിൽ ലോറിയോ 1-2 ബൈക്കൊക്കെ കാണാം കേട്ടോ. അവർ ഉള്ളത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ശമ്പളത്തിന് അല്ലെങ്കിൽ ഒരു ദിവസം എത്രയാണ് അവരുടെ വേതനമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും അവരെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന വെച്ചാൽ നമ്മളെപ്പോലെ നല്ലൊരു ഡ്രസ്സ് ധരിക്കാനോ നല്ല രീതിയിൽ നടക്കാനൊന്നും അവർക്കറിയത്തില്ല. അവർ ടൗണുമായിട്ട് അല്ലെങ്കിൽ വലിയ പട്ടണങ്ങളുമായിട്ട് വളരെ കുറവുള്ള ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാർ അധികം കേട്ടോ. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങൾ അവരോട് സംസാരിച്ചു. അതായത് ലാംഗ്വേജിൻ്റെ പ്രശ്നമല്ല, നമ്മളുടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചില സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഗൂഗിളിനോട് എന്താ പറയുക ലാംഗ്വേജ്, അതായത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടോ, മൂപ്പരോട് സംസാരിച്ചിട്ട് മൂപ്പരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ആവർത്തിച്ച് 2-3 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവാതെ വരുന്ന ഒരു കാര്യമുണ്ട്, ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. 1-2 പേരോട് സംസാരിച്ചപ്പോഴാണ്, എല്ലാവർക്കും ഉണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ടൗണിൽ നിന്ന് വന്ന മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാത്തതിൻ്റെ ആവാം, പലതും ആവാം. എന്തായാലും എന്താ പറയുക മനോഹരമായ കാഴ്ചകളും കണ്ട് മനോഹരമായ ആൾക്കാരെയും കണ്ട് ആരും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ പെട്രോൾ പമ്പിൽ കടന്നപ്പോഴും അതെ, ആർക്കും ഒന്നും പ്രത്യേകിച്ച് ചോദിക്കാനോ പറയാനോ അങ്ങനെ എന്താ പറയുക നമ്മളെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇവിടെ വന്നില്ല, ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കേരളം തുടങ്ങി നമ്മളെ തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, ഇപ്പോൾ ഇതാ ഛത്തീസ്ഗഡിലേക്ക് കയറാൻ വേണ്ടി ഇപ്പോൾ ഇതുവരെ ഒരു കുഴപ്പം നമ്മളെ യാത്രയിൽ ഇതുവരെ അങ്ങനെ ബാധിച്ചിട്ടില്ല. ചെറിയ അതായത് പറയാൻ മാത്രമില്ലാത്ത ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് സ്ക്രീനിലേക്ക് വരാം അല്ലേ. ഇത് ചെറിയ വീടുകളെല്ലാം ഒരുപാടുണ്ട് കേട്ടോ. വെറൈറ്റി വീടുകൾ നമുക്ക് കാണാൻ നല്ല രസമായിരിക്കും. എപ്പോഴെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിലേ ഒന്ന് വരണേ. പിന്നെ ഏറ്റവും കൂടുതൽ ഇതെല്ലാം ആസ്വദിക്കുന്ന വൈഫാട്ടോ. വൈഫിന് ഇതെല്ലാം കാണാൻ ഒരുപാട് സന്തോഷമാണ്. എനിക്ക് ഈ വീട് ഇല്ലേ, ഇവരുടെ ഈ വീട് നല്ല മണ്ണ് കൊണ്ട് തേച്ച്, പണ്ട് കാലത്ത് ഓലയായിരിക്കാം, ഇപ്പം അത് ഓടിലേക്ക് മാറി. പക്ഷെ എന്നാലും എനിക്ക് ആ വീട്ടുകാരുടെ അടുത്ത് ആ വീട്ടിൽ കയറി ഇരുന്ന് അവരോടൊപ്പം സംസാരിച്ച് അവരുടെ ജീവിത രീതി ഒന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സമയമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് പാസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ വീടിന്റെ മുമ്പിൽ നിർത്തി കൊടുത്തു കഴിഞ്ഞാലും മമ്മി ഞങ്ങൾ അല്ലെങ്കിൽ പപ്പയില്ലാന്നോ അല്ലെങ്കിൽ ഞാനില്ലാന്നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വേണ്ട പോവാ വാ എന്ന് പറഞ്ഞ് പോവാന്ന് പറയും. ഒറ്റയ്ക്കൊട്ട് പോവാൻ പേടിയാണ്, എന്നാൽ എല്ലാവരും അപ്പോൾ പോകാനും സമ്മതിക്കുള്ളൂ. അതെ. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഈ സമയം അതൊരു വൈകുന്നേരം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു വീട്ടിൽ കയറിയിട്ട് കുറച്ച് നേരം സംസാരിച്ച് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേനും പിന്നെ നമുക്ക് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്താൻ പറ്റാണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇനിയിപ്പോൾ തൊട്ടപ്പുറത്തെ എവിടെയെങ്കിലും കുറച്ച് നിർത്തിയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അതാണ് പ്രധാനം. അപ്പോൾ ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി പറ്റിയൊരു സ്ഥലത്ത് നമുക്ക് വണ്ടി നിർത്തണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളടുത്ത് ഇച്ചിരി സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കണം. ഇതേ കണ്ടോ, ഇപ്പോൾ കണ്ട ഒരു കാഴ്ച കണ്ടല്ലോ, പുല്ലും കൊണ്ടുള്ളൊരു വീട്. നല്ല മനോഹരമായിരുന്നില്ലേ പുല്ലും കൊണ്ടുള്ള വീട്. അത് പ്രത്യേക രസമുണ്ടായിരുന്നു കേട്ടോ. അടിയിലേക്ക് വേറെ ഒന്നുമില്ല, അതായത് ഗ്രീൻ നെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ അവിടെയൊക്കെ ഓടിട്ട വീടുകൾ, കുഞ്ഞ് ഓടിട്ട വീടുകൾ, ഇതെല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ. ഇവരെ ഈ കൃഷിയോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇവർ, തൊട്ടടുത്ത് തന്നെയായിരിക്കും ഇവരുടെ വീടും താമസവും ഒക്കെ. ഇതേ ലോറിയൊക്കെ ഉണ്ടോ, അത് അവരുടെ ലോറി ഉണ്ട്, അവർ വാടകയ്ക്ക് വിളിക്കുന്ന ലോറികളൊക്കെ ഉണ്ട്. അപ്പോൾ മനോഹരമായിരുന്നു. പിന്നെ ഇവിടുത്തെ വൃക്ഷങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, എല്ലാം ഒരു ഉരുണ്ടായിരിക്കുന്നത്, നല്ല മനോഹരമായത്. ഇന്നും സോയാബീൻ തന്നെ കറി, പക്ഷേ ഒരു മാറ്റമുണ്ട്. പൊരിച്ച സോയാബീൻ ഉണ്ട്, നല്ല കട്ട തൈരുണ്ട്, ഇതാണ് നമ്മൾ കവറിലെ കട്ട തൈര്. സൂപ്പർ അല്ലേ. ഈ സോയാബീൻ പൊരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കറി അതെ, കറി സോയാബീൻ കറിയാ, നല്ല തക്കാളി കറി പോലെ തന്നെ ഉണ്ടോ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ നല്ല അച്ചാറും ഉണ്ട്. പിന്നൊരു കാര്യം ഇന്നലെ കറി വെച്ചതില് നമ്മൾ ചിക്കൻ മസാല ഇട്ടില്ല, ഇന്ന് ആണെങ്കിൽ ചിക്കൻ മസാല ഇട്ടു. അപ്പൊ ഈ പൊരിച്ചതിന് മാത്രം ചിക്കൻ മസാലേന്റെ മണമൊക്കെ ഉണ്ട് അല്ലേ, നല്ല മണമുണ്ട്. ഒന്ന് കാണിച്ചു നോക്കട്ടെ പൊരിച്ചത്.
അങ്ങനെയല്ല, ക്യാമറയിൽ കാണിക്കേ. അങ്ങനെ. ഇതൊക്കെ നല്ല അടിപൊളിയല്ലേ? ആ ഒച്ച ഇവിടെ കേൾക്കുന്നുണ്ട്. എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറാണേ. അപ്പോൾ എന്നാൽ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങ് പോവാം അല്ലേ? ഭയങ്കര കുറ്റം പറയും, എന്നാലോ ഫുള്ള് കഴിക്കുകയും ചെയ്യും. അതെല്ലേ? ഞാൻ പിന്നെ ഒന്നും വേണ്ടാക്കുള്ളൂ. ആരാ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നേ? ഉണ്ണി. അമ്മയുടെ ഫുഡിന് കുറ്റം പറയുന്ന ഏറ്റവും കൂടുതൽ മടവട കഴിക്കുകയും ചെയ്യും, കുറ്റവും പറയും. ഞാനാണെ മൈൻഡാക്കുകയില്ല. കഞ്ഞിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയും കേട്ടോ. കഞ്ഞിയും പയറും കൂടെ ആണെങ്കിൽ വേണ്ടാന്ന് പറയും. അതിൽ കുടിച്ച് കഴിഞ്ഞാൽ 3 പ്ലേറ്റ് ഒക്കെ, ഏറ്റവും കുറഞ്ഞത് 3 പ്ലേറ്റ്. ആദ്യം പറയും കഞ്ഞിയും പയറും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടേ വേണ്ടെന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ കുടിച്ചു തുടങ്ങുമ്പോൾ എന്നാ കുറച്ച് തന്നേക്കെന്ന് പറയും. എന്നിട്ട് 3 പ്ലേറ്റിൽ അവസാനിപ്പിക്കുള്ളൂ. അതെ, അങ്ങനെയാണ്. ഞാൻ മാത്രല്ല കോട്ടയത്ത് എപ്പോഴും ഞാനും പിന്നെ അവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ട്, സെഞ്ചുറി, അവരൊക്കെ എന്തെങ്കിലും കറിയുന്നോ കുറ്റം പറയും. അതെ അല്ലേ? ഓക്കെ, അപ്പോൾ നല്ല ഇതൊക്കെ നല്ല സൂപ്പർ സ്ഥലം ഒരിക്കൽ കൂടി കാണിച്ചു തരാം കേട്ടോ. നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. ഇങ്ങനെയുള്ള നല്ല വിജനമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ എല്ലാം എടുത്ത് എല്ലാം ആസ്വദിച്ച് കഴിക്കുക. നല്ല ഒരു വെറൈറ്റി അനുഭവം കേട്ടോ. ഇതൊക്കെ ശരിക്കും നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഏതെല്ലാം സ്ഥലങ്ങൾ കിടക്കുന്നു. 4 സ്റ്റേറ്റല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. കഴിയാൻ ഇനി 43 കിലോമീറ്റർ കൂടി ഉണ്ട്. അതൊക്കെ എത്ര ഭംഗിയാണ് ഇവിടെ തന്നെ. ഇത് മൊത്തം നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം കാടാട്ടോ. ഈ കിടക്കുന്ന എല്ലാം മലനിരകളാണ്. 2-3 മലയൊക്കെ എന്താ പറയുക, ദൂരെ ദൂരെ അങ്ങനെ തട്ട് പോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നമ്മളിതാ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു മല, അതിൻ്റെ അപ്പുറത്ത് നോക്കി അത് വേറൊരു മല, അതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല, അപ്പുറത്തും ഒരു മലയുണ്ട്. അങ്ങനെ 3 മലയാണ് കേട്ടോ. അതെല്ലാം നല്ല സൂപ്പർ കാടുകളാണ്. ഒരു ചെറിയ ഒരു 10 വീടുകളുള്ളൊരു സ്ഥലം, അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വലിയൊരു കാട്. ഇതേപോലെയല്ല, ഇപ്പോൾ ഇത് കൃഷി നിലമാണല്ലോ, പക്ഷേ കാട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 വീടുകൾ, പിന്നെ കാട്. അങ്ങനെ ഇവിടെ കേട്ടോ. ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ ടൗണല്ല, ഒരു 2-3 പെട്ടിക്കടകളുള്ള ഒരു കുഞ്ഞൊരു വില്ലേജ് കേട്ടോ. ചെറിയ വീടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നേരത്തെ നമ്മൾ എന്തെങ്കിലും മുട്ട തീർന്നു പോയാലോ എന്തെങ്കിലും തീർന്നു പോയാൽ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ. അതെ, നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. 3 മണിയായി, ഭക്ഷണം കഴിക്കാനുള്ള സമയം 3 മണിയായി. ഞങ്ങൾ ഇച്ചിരി രാവിലെ ഇറങ്ങിയതും താമസിച്ചാണ്. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ ഇറങ്ങിയതും താമസിച്ചാണ്. പിന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ ഇവിടെ എല്ലാം നാശമാക്കിയിട്ടിട്ടുണ്ട്. ഈ കവറുകളൊക്കെ ഞങ്ങൾ എടുത്ത് മാറ്റും കേട്ടോ. കാരണം നമ്മൾ പൊതുസ്ഥലത്ത് കവർ ഇടുന്നത് ഒഴിവാക്കുകയാണ് മാക്സിമം. അപ്പോൾ ബാക്കി ഉള്ളിയും അതൊക്കെ കടന്നുള്ളൂ. ഇതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഈ കവറെല്ലാം ഇവിടുന്ന് പെറുക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു കുഞ്ഞൊരു കവർ വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ. അപ്പോൾ ആ കവറിൽ നിറച്ചിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിടാം അല്ലേ? എന്താ ഒരു വലിയൊരു ഉള്ളി കിടക്കുന്നുണ്ടാ? ഇത് കണ്ട ഒരു ഉള്ളി കിടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് താഴെ പോയതാ. എന്താ ചെത്തുന്നതിന്റെ ഇടയ്ക്ക് അത് ഭയങ്കര തന്നലല്ലേ എന്ന് പറഞ്ഞ് താഴെ പോയി. പിന്നെ ബാറ്ററി ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ടോ, മീറ്റർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ സെറ്റ് ചെയ്താണ്. ഇവിടെ നൂരും. അപ്പോൾ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് അറിയാൻ ഇവിടെ ഒരു നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്. ഉള്ളിൽ ഇതേ കാണുന്നുണ്ടോ, ഇവിടെ ഒരു കണക്ടർ ഉണ്ട്. ഇത് സോളാറൊന്നും ബാറ്ററി നിന്നൊക്കെ വരുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ ഇതാ നോക്കി 53.45 ചാർജ് ഉള്ളത്. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 25 കിലോമീറ്റർ പോകാനുള്ള ചാർജ് ആയിട്ടുണ്ട്. പക്ഷേ 43 കിലോമീറ്റർ പോയാലേ നമുക്ക് പെട്രോൾ പമ്പ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്, അതായത് തുടർന്നുള്ള യാത്രയിലേക്ക് പോവാം.
അതെ, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ യാത്ര 5 മാസം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് ഡേറ്റ് ഒന്നും ഞങ്ങൾ ഓർത്ത് വെക്കുന്നില്ലേ. നമ്മൾ ഇറങ്ങുന്നു, നമ്മുടെ യാത്രയും ഉദ്ദേശങ്ങളൊക്കെ തീർക്കുന്നു, തിരിച്ചു പോകുന്നു. അതുകൊണ്ടാണ്. എങ്കിലും മാസങ്ങളെല്ലാം വിലപ്പെട്ട. പക്ഷെ ഞങ്ങൾക്ക് ഈ മാസങ്ങളൊക്കെ പോകുന്നതൊന്നും അറിയുന്നേ ഇല്ല ശരിക്ക്. ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോ കാഴ്ചകൾ, വ്യത്യസ്തമായ ആൾക്കാർ, വ്യത്യസ്തമായ ജീവിതശൈലിയുള്ള ആൾക്കാർ, ഇതെല്ലാം നമ്മൾ കണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നൊന്നും അറിയത്തില്ല. രാവിലെ കുറച്ച് പേരോട് മിണ്ടുന്നു, ഉച്ചയ്ക്ക് കുറച്ച് പേരോട് മിണ്ടുന്നു, വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് പേരോട് മിണ്ടുന്നു. പിന്നെ നമ്മുടെ വീഡിയോ എഡിറ്റിങ്, ഷൂട്ടിങ് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഒരു ദിവസം പോകുന്നതന്നെ അറിയത്തില്ല കേട്ടോ. പിന്നെ ആകെ നമുക്ക് ഇച്ചിരി എന്താ പറയുക, ബോറടി വരുന്നത് വെച്ചാൽ നമ്മൾ വണ്ടി ചാർജിങ്ങിന് വേണ്ടി ഇടുമ്പോൾ അത് നല്ലൊരു ടൈം എടുക്കുമല്ലോ. ആ സമയത്താണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കും, ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യും. എന്തായാലും ഇതാ ഇപ്പോൾ കയറാൻ പോകുന്ന കയറ്റം കണ്ടോ. താഴ്ന്ന് ഞങ്ങൾ വിചാരിച്ചു ഇതൊരു ചെറിയ വളവ് മാത്രമായിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കുത്തനെയുള്ള കയറ്റം കേട്ടോ. അതായത് കുത്തനെന്ന് പറഞ്ഞാൽ നല്ല കുത്തനെയുള്ള കയറ്റം. ഈ വണ്ടി, നമ്മുടെ വണ്ടി ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ട് താഴ്ന്നേ കയറുന്നില്ലായിരുന്നേ. അങ്ങനെ 2 മോട്ടറും കൂടെ ഉപയോഗിച്ചിട്ട് ഇതാ ഇവിടം വരെ ഇങ്ങനെ കയറി പോകുന്നു കേട്ടോ. ഇതൊരു നല്ല ഹൈ, എന്താ പറയുക, നമ്മുടെ താമരശ്ശേരി ചുരത്തിലൊന്നും ഇങ്ങനത്തെ കയറ്റമില്ലേ, അത്രയും കുത്തനെയുള്ളൊരു കയറ്റം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് താഴേക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കയറി വരുന്ന ഭാഗം. അത് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുമായിരുന്നേ. നല്ല എന്താ പറയുക, ഭയാനകം എന്ന് പറയാൻ പറ്റില്ലല്ലോ, കുത്തനെയുള്ള കയറ്റം, നല്ല അടിപൊളി കയറ്റം. എന്തായാലും 2 മോട്ടറും കൂടെ ഉപയോഗിച്ച് അത്യാവശ്യം എന്താ പറയുക കയറ്റത്തിൻ്റെ ടോപ്പിലേക്ക് എത്തി. ഇവിടെ നിന്ന് അങ്ങ് ഫുള്ള് കയറ്റാണെന്ന് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. ഇത് നമ്മൾ ചുരം കയറിയിട്ടത് ഇവിടെ എത്തി കേട്ടോ. ഇത് ഒരു താമരശ്ശേരി ചുരം, അല്ലെങ്കിൽ താമരശ്ശേരി ചുരം ഒന്നും അല്ല ശരിക്കും ഇതിൻ്റെ മുന്നിൽ. അത്രയും കയറ്റാണ്. നോക്കി കയറി വരുന്നുണ്ടോ, ഇതാണ് റോഡ്. ഇതാണ്ടോ, ഇത് ഒരു വളവ്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടെ എത്തും. നമ്മൾ വന്നത് എവിടെയെന്ന് വെച്ചാൽ ഇതേ ആ കണ്ടോ നിരപ്പ് കണ്ടോ, ഇതാണ് നമ്മുടെ ഗോദാവരി പുഴയുടെ ഒരു ചെറിയൊരു ഭാഗം. ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് ഒരു വഴി വരുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കാണുമായിരിക്കും. എന്താ ഈ കാണുന്നതില്ലേ, ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി അവിടെ ഒരു മല ചുറ്റി, അപ്പുറത്തൊരു മല ചുറ്റി, ഇതിലേ ഇങ്ങനെ വന്ന് ഇതിലേ ഇങ്ങനെ കയറി വരിക. ഇതൊക്കെ ചെറിയ കയറ്റം കേട്ടോ. അവിടെയായിട്ടൊരു കയറ്റം ഉണ്ടായിരുന്നു, നല്ല കുത്തനെയുള്ള, ഇങ്ങനെ കുത്തനെയുള്ള കയറ്റം, ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ വരുന്നത്. അയ്യോ, അത് കയറി കുടുങ്ങി ശരിക്ക്. ബാറ്ററി ഒറ്റയടിക്ക്, അതായത് 2 മോട്ടറും കൂടെ ഒന്നിച്ച് ഉപയോഗിച്ചിട്ട് ബാറ്ററി അങ്ങ് നന്നായിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അതാ വണ്ടി ഇവിടെ നിൽക്കാം, കുറച്ച് നേരം നിർത്തിയതാണേ. വണ്ടീൻ്റെ മോട്ടർ ചൂടാവുന്നുണ്ട്, മോട്ടറും അതിൻ്റെ കേബിളുകളെല്ലാം ചൂടാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനെ ഓടിച്ച് കഴിഞ്ഞാൽ കേബിൾ കത്തിപ്പോവും. പിന്നെ ഈ കാട്ടിൽ വെച്ചിട്ട് എന്താ പറയുക സർവീസ് ചെയ്യേണ്ടി വരും. എല്ലാ സാധനവും നമ്മുടെ അടുത്തുണ്ട്. കത്തിപ്പോവുകയാണെങ്കിൽ വയറൊക്കെ മാറ്റാനുള്ള സാധനമൊക്കെ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ അധികം നേരം നിൽക്കുന്നതും ഡേഞ്ചറാണ്. ഈ ഭാഗം എന്ന് വെച്ചാൽ മഹാരാഷ്ട്രേൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയൊക്കെ പ്രധാന കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഏത് സമയം ചിലപ്പോൾ പുലിയോ കരടിയോ എന്തും വേണമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞ ജെമിനി പറഞ്ഞതും ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞതൊക്കെ അങ്ങനെയാണ്. പുലിയും എന്താ പറയുക, കരടി, പുലി, ആന മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം മൃഗങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ശരിക്കും അൺസേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ നിൽക്കുന്ന സ്ഥലം. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ്. താമരശ്ശേരി ചുരമൊക്കെ പിന്നെ നമുക്ക് രാത്രി നിൽക്കാം, കാരണം അവിടെ അങ്ങനെ വലിയ മൃഗങ്ങളൊന്നുമില്ല. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാൽ സാധ്യത മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ സാധ്യത മാത്രമല്ല, വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതേ കണ്ടോ, അവിടെ മഴ പെയ്യുന്ന കാണാം. ഇതേക്ക് ആ മഴ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഗോദാവരി പുഴേൻ്റെ പകുതിയോളം എത്തിയിട്ടുണ്ട്. അവിടെ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇടി വെട്ടുന്നതൊക്കെ കാണാം. മിന്നലൊക്കെ കാണാം. നല്ല മഴ പെയ്യാതെ അവിടെ ഇങ്ങനെ. ഇതാ ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ശക്തമായ മഴയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ പെടുമെന്ന് അറിയില്ല. 5 മണിയായി. ഇനിയിപ്പോൾ 41 കിലോമീറ്റർ പോയാലേ നമുക്ക് സേഫായിട്ടുള്ളൊരു സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എവിടുന്നാണ് ഞങ്ങൾ വന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്നാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. റോഡ് വണ്ടി ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണാം. ഈ വഴി കൂടെ ആണെങ്കിൽ വണ്ടിയും കുറവാണ്. ഇപ്പോൾ ഒരു മിന്നൽ വന്നതുണ്ടോ വീഡിയോയിൽ? ഇതാ ഈ വഴിയുണ്ടോ,
ഈ വഴിയിൽ നിന്നാണ് കയറി വന്നിട്ട് ഇത്രയും വലിയ കയറ്റം കയറി വന്നിരിക്കുക. അപ്പോൾ അവർ വിളിക്കുന്നുണ്ട്, അവർക്ക് പേടിയാണ്. എനിക്ക് പേടിയില്ലായിക്കൊന്നുമില്ല, ഞാൻ ഇവരെയും കൊണ്ട് വന്നതിൻ്റെ ഇത് പ്രശ്നമുള്ളൂ. എന്ന് വെച്ചാൽ നന്നായിട്ട് ശ്രദ്ധിക്കണമല്ലോ, എന്തായാലും വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നല്ല വഴി കേട്ടോ. താഴ്ന്ന ഏതെങ്കിലും ലോറിയൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മളെ ഒന്ന് കെട്ടി വലിക്കാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും സമ്മതിച്ചാനേ. കാരണം ബാറ്ററി തീർക്കണ്ടല്ലോ, നമുക്ക് രാത്രി ഫാൻ ഇടാണ്ട് കിടക്കാൻ പറ്റത്തില്ല. പിന്നെ 41 കിലോമീറ്റർ അപ്പുറത്ത് എത്താനുണ്ട്. പക്ഷേ എന്തായാലും ആ പമ്പിലേക്ക് എത്തില്ല. നമുക്ക് പോവാം അല്ലടാ എന്നാൽ. ഓക്കെടാ. ഉണ്ണിമോൻ പാടുന്ന കൂട്ടത്തിൽ നമ്മൾ ഗോദാവരി പുഴയുടെ ഭാഗങ്ങൾ കാണിച്ചായിരുന്നു കേട്ടോ. ആ ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കാണണേ. നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, അതായത് നോർത്ത് സൈഡ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുതും ടോട്ടൽ ഇന്ത്യൻ്റെ പുഴകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 2ാമത്തെ വലിയ പുഴയാണ്. അപ്പോൾ അതിൻ്റെ കുറുകെ കെട്ടിയിരിക്കുന്ന ചെറിയൊരു ഡാം കണ്ടോ. ചെറിയൊരു ഡാം എന്ന് പറഞ്ഞാൽ ഇത് ഡാമല്ല, മറ്റെന്തോ കാര്യത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ ഇത്രയും നീളമുണ്ട് ആ ഡാമിൻ്റെ, ആ ഗോദാവരി പുഴയ്ക്കുള്ള വീതി കണ്ടോ, ഇത്രയും വീതിയാണ്. ശരിക്കും ചില ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്, വെള്ളമൊന്നും ഇല്ലാണ്ട് ഫുള്ള് മണലായിട്ട്. പിന്നെ ഈ പുഴയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ ഇവിടെയുള്ള നാട്ടുകാർ മൊത്തം ട്രാക്ടറും ലോറിയൊക്കെ ആയിട്ട് നേരെ പുഴയിൽ ഇറങ്ങുന്നു, മണലെല്ലാം ആവശ്യത്തിലധികവും വാരിക്കൊണ്ട് പോകുന്നു. അവരെയൊക്കെ പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്നു. 10ഉം 100ഉം ടിപ്പറുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന, ടിപ്പറല്ല ടിപ്പർ മണലുകൾ. അപ്പോൾ ഇവിടെയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു മണൽ വാരുന്നതിന്. ഒരുപാട് സ്ഥലത്ത് കണ്ടു കേട്ടോ, 1ഉം 2ഉം അല്ല, ഒരുപാട് സ്ഥലത്ത് കണ്ടു ഇങ്ങനെ മണൽ കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊരു കാഴ്ചയായിരുന്നു. പിന്നെ ഇത് നമ്മളെ ചുരം കയറി കഴിഞ്ഞിട്ട് ഈ മലേൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ സൈഡിലേക്ക്, കെട്ടിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് കുറേ വെള്ളമുണ്ട് കേട്ടോ. അവർ കെട്ടി നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് കുറേ വെള്ളമുണ്ട്. പിന്നെ തലേ ദിവസം നല്ല മഴ പെയ്തിരുന്നു, അതിൻ്റെ വെള്ളമൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ആ മണലുകളൊക്കെ ഉണ്ടാവും മഴ പെയ്ത് നനഞ്ഞ് കിടക്കുന്നത്. വളരെ മനോഹരമായ എന്താ പറയുക, നല്ലൊരു കാഴ്ചയായിരുന്നേ. അപ്പോൾ ഈ ഏകദേശം ഞങ്ങൾ ഇങ്ങോട്ട് കയറുന്ന സമയമായപ്പോഴത്തേനും നേരത്തെ അവിടെ കണ്ട ആ മഴയും മഴക്കാറും ഇടിമിന്നലും എല്ലാം ഇങ്ങനെ മെല്ലെ കാറ്റിനനുസരിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. നല്ല പെരുങ്കാറ്റ്, നല്ല അടിപൊളി കാറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോഴേ മനസ്സിലായി മഴ ഇവിടെ പെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ആ കറുത്ത മേഘങ്ങളെല്ലാം കാറ്റ് മെല്ലെ വീശി ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ നമ്മളടുത്തേക്ക് വന്നു. മരങ്ങളെല്ലാം ആടാൻ തുടങ്ങിയത് കണ്ടോ, നല്ല കാറ്റ് വീശാനുള്ള പരിപാടിയായിരുന്നേ. അപ്പോൾ നമുക്കൊരു ടെൻഷൻ വന്നു. കാരണം വെച്ചാൽ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് കടയൊന്നുമില്ല. 43 കിലോമീറ്റർ കഴിഞ്ഞാലേ പെട്രോൾ പമ്പ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഇല്ലാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇവിടെ നല്ല പെരും മഴയൊക്കെ പെയ്താൽ ചിലപ്പോൾ മണ്ണിടിച്ചലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ മരങ്ങളും വലിയ മരങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ചുരമാണ്, താഴെ ഇടിഞ്ഞാലും മുകളിൽ നിന്ന് ഇടിഞ്ഞാലും എല്ലാം പ്രശ്നമായിരുന്നു. അപ്പോൾ അതൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പേടിയും വെച്ചിട്ടാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. പിന്നെ ആക്സിലേറ്റർ മുഴുവനും കൊടുക്കാൻ പറ്റത്തില്ല, കയറ്റായതുകൊണ്ട്. അഥവാ പോകുന്ന പോക്കിന് മൊത്തം തീർന്നു കഴിഞ്ഞാൽ പിന്നെ തള്ളണ്ടേ. ഇതിലെയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഞങ്ങളിപ്പോൾ എന്താ പറയുക, വരുന്ന സമയത്ത് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചുരമൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടികൾ തീരെ ഇല്ല. വണ്ടി വളരെ കുറവായിരുന്നു കേട്ടോ വണ്ടികൾ. കണ്ടോ, നല്ല ബ്രൈറ്റായിട്ടിരുന്ന സ്ക്രീനെല്ലാം മങ്ങാൻ തുടങ്ങി. മുകളിലേക്ക് നോക്കിയേ, അങ്ങുള്ള കാർമേഘെല്ലാം ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കാറ്റ് വീശുന്നു. സംഭവം ഉണ്ണിമോന് ശരിക്കും പേടിയാവാൻ തുടങ്ങിയിരുന്നു കേട്ടോ. കാറ്റ് വീശാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ ഭാഗങ്ങളിലൊരു പ്രത്യേകത നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. മഴയ്ക്ക് മുമ്പ് നല്ല ഗംഭീരമായ കാറ്റുണ്ടാവും. ആ കാറ്റെന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ സ്പീഡിന് മുകളിലായിരിക്കും കാറ്റ് കേട്ടോ. അത്രയും ഗംഭീരമായ കാറ്റായിരിക്കും. അതിനോട് ചേർന്ന് തന്നെ നല്ല മഴയും, നല്ല ശക്തമായ മഴ. നമ്മുടെ അവിടെ ചാറ്റൽ മഴ പോലെയല്ല, ശക്തമായ മഴയും അതിൻ്റെ കൂടെ ഇടിമിന്നലും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് നേരത്തെ അറിയാം, മഴ പെയ്താൽ പ്രശ്നമാവും എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ഞങ്ങൾ പേടിച്ച് ഇതാ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്സിലേറ്റർ ഫുള്ള് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. ഉപയോഗിച്ചാൽ ചാർജ് കയറുന്നാൽ പിന്നെ നമ്മൾ തള്ളണം. കയറ്റം തള്ളുക എന്ന് പറഞ്ഞാൽ 700 കിലോ, 700 ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 580 കിലോയോളം, 580-600 കിലോയോളം, 580 കിലോ കൂട്ടിയാൽ മതി. അത്രയും കിലോ നമുക്ക് തള്ളിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, കയറ്റം തള്ളിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒരിക്കലും അത് നടക്കത്തില്ല. പിന്നെ വണ്ടികൾ വല്ലപ്പോഴേ വണ്ടികൾ വരുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ ചുരം കയറാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ ഒരു വണ്ടിയും കണ്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു വണ്ടിയും ഇല്ല. ഇപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ടൊരു വണ്ടി വന്നു. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ വഴിയിൽ നിന്ന് പോയാൽ ബുദ്ധിമുട്ടല്ലേ.
പിന്നെ എന്നെ സംബന്ധിച്ച് വഴിയിൽ നിന്നാലും ഞാൻ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും വണ്ടി ഇടാൻ പറ്റുന്ന സ്ഥലത്ത് സൈഡാക്കിയിട്ട് ഞാൻ അവിടെ കടന്നുറങ്ങും. അങ്ങനെയാണ് എൻ്റെ ഒരു ശൈലി, എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കത്തില്ല. നമ്മളെ സാഹചര്യം ഏതാണോ ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് അങ്ങ് ഇരിക്കും. പക്ഷേ വൈഫിനെയും കൊച്ചിനെയും വെച്ചിട്ട് നമുക്കത് അനുകരിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. ഞാൻ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും പറഞ്ഞിട്ട് എനിക്ക് ധൈര്യം ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, വൈഫും കൊച്ചിനെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ലേ. അതുമല്ല വീട്ടുകാർക്കൊക്കെ ഒരുപാട് സങ്കടമാവും. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണ്ടേ വണ്ടി ഓടിച്ച് പോകാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ മെല്ലെ ഇച്ചിരി സ്പീഡ് പറഞ്ഞാലും കുഴപ്പമില്ല, ചുരം കയറി എങ്ങനെയെങ്കിലും ഇറങ്ങണം. ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചിലപ്പോൾ നമുക്ക് കടയോ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കടന്നുറങ്ങാൻ വേണ്ടി പറ്റും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വൈകുന്നേരമായി 5 മണിയൊക്കെ ആയി. അപ്പോഴത്തേനും ഇരുട്ടാൻ തുടങ്ങി. അതായത് മഴ പെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇരുട്ട് വരാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. അങ്ങനെ മെല്ലെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ മനോഹരമായ കാഴ്ചയും കാണുന്നുണ്ട്. ദൂരെയുള്ള മലനിരകളും അതുപോലെ ഇടത് സൈഡിലേക്ക് താഴേക്ക് നോക്കുമ്പോഴുള്ള വലിയ കൊക്കയും അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ പുഴയുടെ ഭംഗിയെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പിന്നെ അധികം വലിയ മലകളൊന്നുമില്ല, പക്ഷേ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വലിയ മലകളെല്ലാം നമുക്ക് താഴ്ന്ന് തീർന്നായിരുന്നു കേട്ടോ. ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഏകദേശം മലകളെല്ലാം തീർന്നു. ഇനി ഇവിടുന്നും കുറച്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുരം തീരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഇറക്കാം. എന്ന് വെച്ചാൽ ഞാൻ മുന്നേ പോയിട്ടില്ല, നമ്മൾ പറയുന്നത്. കാരണം ഒരു മല കയറി കഴിഞ്ഞാൽ എന്തായാലും ഇറക്കം ഉണ്ടാവുമല്ലോ. എന്നാൽ പിന്നെ ഇച്ചിരി വീഡിയോ ഓടിച്ചു വിട്ടിട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ പെട്ടെന്ന് കണ്ടാലോ. അതെ, ഇതൊരു ചെറിയ ഇറക്കം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ അല്ലെങ്കിൽ ആ പുഴയുടെ വീതിയും നീളവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഒന്ന് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. ഇച്ചിരി നല്ല ഇറക്കമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ടായി, കാണിച്ചു തരാവേ. ഈ ഒരു വളവുണ്ടല്ലോ, ഈ ഒരു വളവ് ഭയങ്കര ഡേഞ്ചർ വളവാണ്. ഡേഞ്ചർ വളവെന്ന് പറഞ്ഞാൽ ഇറക്കമാണ്, അവിടെ ഒരു വളവുമാണ്. അതിൻ്റെ കൂടെ മിറ്റിലൊക്കെ കൊണ്ടുപോയി കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും അതൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ ഒറ്റ ബ്രേക്കേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മെല്ലെ അധികം ബ്രേക്കിൻ്റെ പാഡ് ചൂടാവാതെ, ഡിസ്ക് ചൂടാവാതെ മെല്ലെ പോയിരുന്നു കേട്ടോ. കാരണം ഡിസ്ക് ചൂടായി കഴിഞ്ഞാൽ എന്തായാലും ആകെ പ്രശ്നമല്ലേ. പിന്നെ ബ്രേക്ക് കിട്ടുന്നില്ല, പിന്നെ താഴെ പോയാലും നിൽക്കത്തുള്ളൂ. അങ്ങനെ ഇതാ പെട്ടെന്ന് അങ്ങ് മഴയും പെയ്തു. നല്ല ശക്തമായ മഴ. അങ്ങനെ കാലെല്ലാം കയറ്റി വെച്ച്, എന്താ പറയുക, ജീൻസും കാര്യങ്ങളെല്ലാം കയറ്റി വെച്ച് ഞങ്ങളങ്ങ് റൈഡ് ചെയ്തു. മെല്ലെ റൈഡ് ചെയ്തു. ഒരുപാട് സ്പീഡ് പോകാൻ പറ്റത്തില്ല. ബാറ്ററി തീരുന്ന കേസല്ല, നമുക്ക് മൺകടകൾ വെക്കാത്തതുകൊണ്ട് ഫുള്ള് ചെളിയും വണ്ടിയുടെ അടിയിലേക്ക് എല്ലാം തെളിക്കും, മുഖത്ത് വരത്തുള്ളൂ. അങ്ങനെ മെല്ലെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. ഇവിടെ പിന്നെ വലിയ വെള്ളമൊന്നും ഒലിച്ചു വരില്ല, കാരണം മല തീർന്നുകൊണ്ട് വെള്ളം ഒലിച്ചു വരത്തില്ല. ഇവിടെ നിന്നുള്ള വെള്ളം നേരെ താഴേക്ക് പോകത്തുള്ളൂ. കുറേശ്ശെ താഴെ വലിയ വെള്ളം ആയിക്കോളും. പക്ഷെ ഇവിടുന്ന് അങ്ങനെ വെള്ളമില്ല. ഈ കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പേടിക്കാനില്ലാത്ത വെള്ളമാണ്. കാരണം വെച്ചാൽ അത് ഒരു പാലത്തിന് മുകളിൽ ചെറുതായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ നടുകൂടി നമ്മളങ്ങ് കൂളായിട്ട് പോയി. പിന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ആവുക ടൗണിൻ്റെ കാര്യം പേരെല്ലാം എഴുതിയിട്ടുണ്ട്, കിലോമീറ്ററെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ല മഴ ആയതുകൊണ്ട് ഒന്നും വായിക്കാൻ പറ്റിയില്ല. എന്തായാലും മുന്നോട്ട് പോവാം, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇവിടെ എവിടെയും കടകളോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകാം. നമുക്ക് എന്താവും എങ്ങനെയാവും ഒന്നും അറിയത്തില്ല. നമുക്ക് രാത്രി ആകുമ്പോൾ തന്നെ 6 മണി മുതൽ 7 മണി വരെ മാക്സിമം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ആൾക്കാരെ ഉപദ്രവിച്ചില്ലെങ്കിൽ വണ്ടിക്കാരുണ്ടാവും. ലോറിക്കാരൊക്കെ ഏതെല്ലാം രീതിയിലാണ് വണ്ടി ഓടിച്ച് വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 7 മണിക്ക് മുമ്പ് നമുക്ക് വണ്ടി സൈഡാക്കാം. അപ്പോൾ ഏറ്റവും നല്ല സമയം യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ 7 മണിക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടുത്തെ ജനങ്ങൾ നല്ല സൂപ്പർ ജനങ്ങളാണെങ്കിൽ പോലും അതിലേ വരുന്ന വണ്ടികളുണ്ട്, ഹൈവേയിൽ കൂടെ വരുന്ന വണ്ടികൾ അവരെങ്ങനെയൊക്കെയാണ് ലോറി ഓടിച്ച് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ കണ്ടൊരു കാഴ്ച പറഞ്ഞാൽ, ഞങ്ങൾ താഴ്ന്ന് നേരത്തെ പറഞ്ഞ പോലെ താഴ്ന്ന് വണ്ടി ഒന്ന് കെട്ടിവരിച്ച് മുകളിലേക്ക് ബാറ്ററിക്കാർക്ക് തീർക്കാതിരിക്കും. ആലോചിച്ച് പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ടാണ്. അപ്പോൾ 3 വണ്ടി വന്നായിരുന്നു, 3 ലോറികൾ, വലിയ ഹെവി ലോറികൾ വന്നായിരുന്നു. അതിൽ 2 ഇച്ചിരി മെല്ലെ പോയത്, 1 ഭയങ്കര സ്പീഡിൽ പോയതായിരുന്നേ. അങ്ങനെ അതിലൊരു മെല്ലെ പോയ 2 ലോറികളിൽ ഒരു ലോറിയുണ്ട് ഒരു വളവിൽ മൊത്തം മറിഞ്ഞ് കിടക്കുന്നപ്പോൾ അതിന് മുകളിൽ എന്തൊക്കെ ചെറിയ ലോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താഴേക്ക് പോയി. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് വണ്ടി താഴേക്ക് ഒക്കയിലേക്ക് പോയില്ല, മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ലേ. അപ്പോൾ എന്തോ ഭാഗ്യം, ആ വണ്ടിയിൽ കെട്ടി വലിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി അടക്കം താഴേക്ക് പോയേനെ.
ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കും. നമ്മളെ വണ്ടി ഉള്ളതുകൊണ്ട് അവർ ഇത്തിരി ശ്രദ്ധിച്ചായിരിക്കും വളവൊക്കെ വളയ്ക്കുള്ളൂ. അതുകൊണ്ട് അവർ ചിലപ്പോൾ വണ്ടി മറിയാതെ ഇരിക്കാനും സാധ്യതയുണ്ടായിരുന്നു. എന്താണെങ്കിലും ഞങ്ങൾ അതിനും മുന്നിലാണ് ഞങ്ങൾ സാഹചര്യം വെച്ചുള്ള ധൈര്യം വെച്ച് ഞങ്ങൾ നല്ല വണ്ടി ഓടിക്കുന്നത്. ഇത് ഈ പോകുന്ന സ്പീഡ് ഉണ്ടോ, ഇത് ചെറിയൊരു കയറ്റം, ഇറക്കി കഴിഞ്ഞുള്ള ചെറിയൊരു കയറ്റം. ഒരു 5 കിലോമീറ്റർ സ്പീഡിലേക്കായിരിക്കും ഇത് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. 5 പോലും ഉണ്ടാവത്തില്ല, ഇങ്ങനെയാണ് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഫോണിൻ്റെ ചാർജ് തീർന്നു പോയായിരുന്നേ. വണ്ടീൻ്റെ ചാർജും ഫോണ് കുത്തിയിടാനുള്ള വണ്ടീൻ്റെ ചാർജും ഇല്ല. അങ്ങനെ മൊത്തം വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് മുന്നെടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നേ. ശരിക്കും നന്നായിട്ട് എന്താ പറയുക, കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പേടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടുപേരുമേ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. നമ്മൾ അവിടെ നിന്ന് ആ ഇറങ്ങി കുറച്ചങ്ങ് കയറിയപ്പോഴത്തേനും വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ള റോഡ് കേട്ടോ. 2 സൈഡിലും വലിയ കുഴിയും, റോഡ് പൊളിച്ചിട്ടിരിക്കുക, റോഡ് പണീൻ്റെ ഭാഗമായിട്ട് ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ മെല്ലെ എത്തിയത് പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഒരു എന്താ പറയുക ഒരു താവളത്തിലാണ്. അതായത് പോലീസ് സ്റ്റേഷനും പിന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഓഫീസും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയത് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിന് മുന്നേ കിടക്കണ്ട, അവിടെ ലോറിക്കാരൊക്കെ കിടക്കുന്നതാണ്, അതുകൊണ്ട് തൊട്ടപ്പുറത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട്, അത് ഓഫാക്കാറില്ല, നിങ്ങൾ അവിടെ കിടന്നോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫുൾ ടൈം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും. പിന്നെ ഈ വണ്ടിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും അവർ ആ ഗേറ്റിന് മുന്നിൽ ഉണ്ടാവുകയെ, അതുകൊണ്ട് പേടിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ സൈഡാക്കി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ചാർജിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. പക്ഷേ അത് നല്ലൊരു വീഡിയോക്കുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നേ. എന്തായാലും ഇത്ര നേരം നമ്മുടെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് മറ്റൊരു കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുമായിരുന്നു. എല്ലാവരും നന്നായിട്ട് ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.